ഹലോ ഫ്രണ്ട്സ്, മനൂസ് വർക്ക് ബെഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോളാർ ബോട്ടാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് വിട്ടാലോ. ഫസ്റ്റിലെ തന്നെ നമുക്ക് ബോട്ടിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ വൈറ്റ് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ അത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത പീസ് ഒരു തെർമോക്കോളിൻ്റെ പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് അതൊന്ന് ഔട്ട്ലൈൻ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചെറിയൊരു തെർമോക്കോളിൻ്റെ പീസ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത പീസിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് വയ്ക്കാം. ഇവിടെ നമുക്ക് മോട്ടർ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്കത് ഒരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് വയ്ക്കാം. ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ നമുക്ക് ഫെവിക്കോളോ അല്ലെങ്കിൽ വേറൊരു പശ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാവുന്നതാണ്. ഫ്ലെക്സ് ക്യുക്കും അല്ലെങ്കിൽ ഫെവിക്യുക്കോ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം തെർമോക്കോൾ ഉരുകി പോകുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു DC മോട്ടർ ആവശ്യമുണ്ട്. ഇത് ഞാൻ പഴയ ഒരു CD ഡ്രൈവിൽ നിന്ന് എടുത്ത ഒരു ചെറിയൊരു ഒരു DC മോട്ടറാണ്. ഈ DC മോട്ടർ നമുക്ക് ആദ്യം ഒട്ടിച്ച ആ പീസിൻ്റെ പുറകിലേക്ക്, തെർമോക്കോൾ പീസിൻ്റെ പുറകിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 6 വോൾട്ട് സോളാർ പാനൽ ആവശ്യമുണ്ട്. നമുക്ക് സോളാർ പാനൽ മോട്ടറായിട്ട് കണക്ട് ചെയ്യണം. അതിനായിട്ട് മോട്ടറിൻ്റെ റെഡ് വയർ സോളാർ പാനലിൻ്റെ പോസിറ്റീവിലേക്കും മോട്ടറിൻ്റെ ബ്ലാക്ക് വയർ സോളാർ പാനലിൻ്റെ നെഗറ്റീവിലേക്കും സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ സോളാർ പാനൽ തെർമോക്കോളിലേക്ക് ഒട്ടിക്കാം. അതിന് ഞാൻ ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്ത് നമുക്ക് ഈ സോളാർ പാനലിനെ തെർമോക്കോളിലേക്ക് ഒട്ടിച്ച് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടതുപോലത്തെ ഒരു പ്രൊപ്പലറാണ്. DC മോട്ടറിൽ കണക്ട് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഒരു പ്രൊപ്പലറാണ്. ഇതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് ഈ പ്രൊപ്പലർ DC മോട്ടറിലേക്ക് കണക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ സോളാർ ബോർഡിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇനി നമുക്ക് സൂര്യപ്രകാശത്തിൽ വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സോളാർ ബോർഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ ഗുഡ് ബൈ.